ക്രിസ്ത്യാനോ റൊണാൾഡോ പണ്ട് റിയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ പ്രൊമോഷൻ്റെ ഭാഗമായി ജപ്പാനിലെത്തി. ജപ്പാൻ മാധ്യമപ്രവർത്തകരും ജനക്കൂട്ടവുമെല്ലാം അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ റൊണാൾഡോയോട് ചോദ്യം ചോദിക്കാൻ ഒരു ജാപ്പനീസ് പയ്യൻ അവിടെ എത്തി. അവൻ കാണിച്ച ഒരു കുട്ടി കൗതുകമെന്തെന്ന് വെച്ചാൽ റൊണാൾഡോയുടെ മാതൃഭാഷയായ പോർച്ചുഗീസ് ഭാഷയിലാണ് അവൻ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തതും ചോദിക്കാനൊരുങ്ങുന്നതും. Boa tarde. Boa tarde. Meu nome é Ryota. Jota. അൺഫോർച്ചുനേറ്റ്ലി ചില തെറ്റുകളൊക്കെ അവന് സംഭവിക്കുന്നുണ്ട്. ചില വാക്കുകളൊക്കെ മാറിപ്പോകുന്നുമുണ്ട്. Your name? Ryota. Jota. അതിനാൽ ചുറ്റും കൂടിയിരുന്ന ക്രൗഡ് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പലതവണ ക്രൗഡിൻ്റെ ഭാഗത്തു നിന്നും ചിരി ഉണ്ടായപ്പോൾ റൊണാൾഡോ പെട്ടെന്ന് മൈക്കെടുത്തിട്ട് എല്ലാവരോടും ചിരി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ലുക്ക്, ഹീ ഈസ് ട്രൈയിങ്. അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ എൻകറേജ് ചെയ്യല്ലേ വേണ്ടത്. നിങ്ങൾ എന്തിനാണ് Why ചിരിക്കുന്നത്? they smile? Why? You speak good Portuguese. すごく上手にポルトガル語すごい上手です。 എൻ്റെ ഭാഷ അറിയാത്ത ഒരാൾ എൻ്റെ ഭാഷ പഠിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അവൻ ശ്രമിക്കുകയാണ്. പ്ലീസ് എൻകറേജ് ഹിം എന്ന് പറഞ്ഞ് ആ പയ്യനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് റൊണാൾഡോ പ്രൊട്ടക്റ്റ് ചെയ്തു വെച്ചു. They should be happy because he tried very hard. It's す good. ごいですね。これだけポルトガル語で準備されて。 എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും ഒരു വിളക്കുണ്ട്. നിങ്ങൾക്കൊന്നെങ്കിൽ അത് ഊതിക്കെടുത്താം, അല്ലെങ്കിൽ റൊണാൾഡോ ചെയ്ത പോലെ ആ പയ്യൻ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് ആളുകൾ ചിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ തിരികെടാൻ പോകുമ്പോൾ അതിനെ കെടാതെ വട്ടം പിടിച്ചിട്ട് മോനെ നീ ചോദിക്കടാ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താം. നമുക്ക് എല്ലാവർക്കും ഈ ഓപ്ഷനുണ്ട്. കാണുന്ന മനുഷ്യരുടെ വിളക്കിനെ ഊതിക്കെടുത്താം, അല്ലെങ്കിൽ മെല്ലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ശ്രമിക്കുന്നവനെ ഒരിക്കലും തളർത്താതിരിക്കാം.